ഹായ് ഡിയർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം സന്ധ്യ ഷെയറാണ്. അപ്പം ഇപ്പോൾ സമയം നൈറ്റ് 10:10 അല്ലേ. അപ്പം ഞാൻ ഈ പൊതുവെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം അല്ലേ, അതുപോലെ തന്നെ മദ്യപാനം. അപ്പം മദ്യപാനം അതുപോലെ തന്നെ അതിനേക്കാളും സെയിം മദ്യപാനത്തിനായാലും അതുപോലെ തന്നെ ഡ്രഗ്സിൻ്റെ ഉപയോഗമായാലും ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അവർ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ അന്ന് എന്തൊക്കെയാണോ ആ ദിവസം സ്കൂളിൽ വെച്ച് നടന്നത് എല്ലാ കാര്യങ്ങളും അവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. അത് ആൺകുട്ടികളോടായാലും പെൺകുട്ടികളോടായാലും അല്ലേ. ഇപ്പം ആൺകുട്ടികളെക്കാളും എനിക്ക് കുറച്ച് കുഴപ്പക്കാരായിട്ട് ഇപ്പം തോന്നുന്നത് പെൺകുട്ടികളെയാണ്. കാരണം ഇപ്പം നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ ഒരു ലഹരി വിരുദ്ധ പ്രോഗ്രാം കൊണ്ടുവന്നപ്പോൾ പിടിച്ച വ്യക്തികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും പെൺകുട്ടികളാണല്ലേ. അപ്പം ബാംഗ്ലൂരിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ കയ്യിൽ ഈ ലഹരി വസ്തുക്കളൊക്കെ എത്തുന്നു അല്ലേ. MDMA കഞ്ചാവ് അല്ലേ, അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ എത്തുന്നു. അപ്പം എനിക്ക് നിങ്ങളുടെ ഇത് ഉപയോഗിക്കുന്ന പല ആൾക്കാരും ഉണ്ടല്ലേ, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മദ്യപാനമായാലും അതുപോലെ തന്നെ ഈ ലഹരി ഈ കഞ്ചാവിൻ്റെ ഉപയോഗമായാലും ഇതൊക്കെ ശരിക്കും മാറ്റാൻ ഇന്ന് ഡി അഡിക്ഷൻ സെൻ്ററുകൾ ധാരാളമായുണ്ട്. അപ്പം നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ അതുപോലെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് പോയി നല്ല ഒരു ഹോസ്പിറ്റൽ കണ്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് മനസ്സിലാക്കി അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ നമുക്കിതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പം മദ്യപിക്കുന്ന ആൾക്കാരെ ആയാലും നമുക്ക് 100% അവരെ നമുക്ക് നമ്മുടെ നല്ലൊരു ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം അതിനു വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് മദ്യപാനം നിർത്തണം അല്ലെങ്കിൽ എനിക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട്, അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എല്ലാം എനിക്കറിയാം, പക്ഷേ എനിക്കിത് നിർത്താൻ സാധിക്കുന്നില്ല അല്ലേ. ഇതിന് അത്രയ്ക്ക് അങ്ങ് അഡിക്ഷനായിപ്പോയി. ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി കഴിയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ഒരു വ്യക്തികളായിട്ട് നിങ്ങൾ തിരിച്ചു വരും. ഞാൻ പല ഡോക്ടേഴ്സും ഒക്കെ ആയിട്ടും ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അവരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 99.9% ആൾക്കാരെയും നമുക്ക് ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായി? നമ്മുടെ ഒരു കുടുംബം നല്ല രീതിയിൽ പോകണമെങ്കിൽ അവിടെ അച്ഛനായാലും അമ്മയായാലും മക്കളായാലും അല്ലേ, എല്ലാവരും ഒരു ശാന്തമായ അന്തരീക്ഷം വേണം കുട്ടികൾക്ക് പഠിക്കാനായാലും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മനസ്സമാധാനമൊക്കെ ലഭിക്കണമെങ്കിൽ. ഇപ്പോൾ ഒരു മദ്യപിച്ചുകൊണ്ട് വരുന്ന ഒരു പുരുഷൻ അല്ലേ, മദ്യപിക്കുന്ന പുരുഷന്മാർക്ക് ആദ്യം മദ്യപാനം ആയിരിക്കാം അവരുടെ ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് മദ്യപാനത്തിൻ്റെ ആദ്യം ചെറിയ തമാശയ്ക്കൊക്കെ ആയിരിക്കാം ഈ കുട്ടികൾ മദ്യപിക്കുന്നത്. നെക്സ്റ്റ് ഈ മദ്യത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടി വരുന്നു അല്ലേ. കൂടി വരുന്നതനുസരിച്ച് ഇവരുടെ ശരീരത്തിൽ ആൽക്കഹോളിൻ്റെ അംശം ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ബ്ലഡിനകത്തിലാണ് അല്ലേ. ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇവർക്ക് എന്ത് സംഭവിക്കുന്നു, ഒരിക്കലും ആൽക്കഹോൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല.
ആ ഒരു സിറ്റുവേഷൻ. ഇതുപോലെ തന്നെയാണ്, ഇതിനേക്കാളും വളരെ ക്രോണിക് സിറ്റുവേഷനാണ് ഈ കഞ്ചാവിൻ്റെ ഉപയോഗം. അപ്പം നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ അവർക്ക് നല്ല നമ്മുടെ സമൂഹത്തിൻ്റെ മാതൃകകളായി മാറേണ്ടതാണ് ഓരോ കുട്ടികളും, അല്ലേ? ഓരോ കുഞ്ഞുങ്ങളും, അല്ലേ, ഇന്ത്യയുടെ കരുത്താണ്, ഇന്ത്യയുടെ മുത്തുമണികളാണ് ഓരോ കുട്ടികളും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ പേരൻസിനും കുറച്ച് കാര്യങ്ങളൊക്കെ പേരൻസും ശ്രദ്ധിക്കണം. ഇന്നത്തെ പേരൻസിന് ഒന്നാമത്തെ സമയമില്ല എന്നാണ് പറയുന്നത്. അല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യണം. അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം സമയം. സ്കൂളിൽ നിന്ന് വരുമ്പം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ ബാഗ് നിരീക്ഷിക്കുക, ബാഗിനകത്തിൽ എന്താണ്, അവരുടെ ബുക്ക് നോക്കുക. അവരുടെ ട്യൂഷന് പോകുന്നുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പുറകിന് ജസ്റ്റ് പതുക്കെ ഒന്ന് പുറകിന് പോകാൻ ശ്രമിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നേർവഴിക്കാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ പോലുള്ള ആ ഒരു സ്ഥലത്തെ അവസ്ഥകൾ എന്താണ് എന്ന് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കാം. പിന്നെ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തെല്ലാം ആണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ക്ലാസ് എടുത്ത് നമ്മൾ കൊടുക്കണം. ഇന്നത്തെ എല്ലാ പേരൻസും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലേ? പിന്നെ അതുകൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഉണ്ട്. ഈ സോഷ്യൽ മീഡിയാസിൽ നമ്മളൊന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ കാര്യകാരണങ്ങൾ സഹിതം, അല്ലേ, നമുക്കൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ പിള്ളേരുടെ കയ്യിൽ ഫോൺ കൊടുക്കണമെന്നില്ല. ഈ ഫോൺ ടി വി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ടി വിയിലൂടെ ഇവരെ കാണിച്ചു കൊടുക്കാവൂ. പിന്നെ മൊബൈൽ ഫോൺ കഴിവതും നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക. ഇപ്പം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ പേരൻസിൻ്റെ കൊടുത്തില്ലെങ്കിൽ അവർ വഴക്കുണ്ടാക്കുന്നു, അല്ലേ, അവർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അതൊക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നത് കുഞ്ഞിലേ തന്നെ അവർക്ക് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പറഞ്ഞു കൊടുക്കണം. തെറ്റ് കണ്ടാൽ ശിക്ഷ കൊടുത്ത് തന്നെ വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ. അല്ലാതെ നമ്മൾ അവരെ എൻ്റെ കുഞ്ഞിനെ അത് ചെയ്യരുത് ഇത് ചെയ്യുക അങ്ങനല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് കാണിച്ചാൽ ആ തെറ്റ് തിരുത്തി കൊടുക്കുക, വേണമെങ്കിൽ 2 അടിയൊക്കെ കൊടുക്കുക. നമ്മളെ ഒരു പേടി വേണം എപ്പോഴും. മാതാപിതാക്കന്മാരെ പേടിച്ച് തന്നെ വേണം മക്കൾ വളരാൻ. നമ്മൾ സ്നേഹം കൊടുക്കണം. സ്നേഹത്തിനോടൊപ്പം ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടാവണം. അമ്മ അത് അറിഞ്ഞാൽ എങ്ങനെയാണ്, അല്ലെ അമ്മ അത് മനസ്സിലാക്കിയാൽ അമ്മയ്ക്കത് വിഷമമാവത്തില്ലേ. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ആൺകുട്ടികൾക്ക് കൂടുതലും ഇഷ്ടം അവരുടെ അമ്മമാരോട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. പെൺകുട്ടികൾക്ക് അച്ഛനോടും. അപ്പം ഈ അമ്മമാർക്ക് ആൺകുട്ടികളെ വീഴ്ത്താൻ പറ്റും. എങ്ങനെ വീഴ്ത്താൻ പറ്റും? വിഷമങ്ങൾ പറഞ്ഞു കൊടുക്കുക, പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇതിൻ്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങളിലൂടെയല്ലേ നിങ്ങൾ രക്ഷപ്പെട്ടാലല്ലേ നിങ്ങളല്ലേ എനിക്കൊരു താങ്ങും തണലും. അവരുടെ സ്നേഹപൂർവ്വം അവരെ നമ്മുടെ അടുക്കെ ഇരുത്തി അവരെ സോപ്പിട്ട് സ്നേഹത്തോടെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെങ്കിൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റിപ്പോത്തില്ല. പിന്നെ അവരുടെ കൂട്ടുകാരെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കൂട്ടുകാരെങ്ങനെയാണ്? ചിലപ്പം ചില കൂട്ടുകാർ ചില കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതാക്കുക. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, അവരുടെ കൂട്ടുകാരെങ്ങനെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം നല്ല കൂട്ടുകാരെയും ചീത്ത കൂട്ടുകാരെയും തിരിച്ചറിയാൻ. അതിന് നമ്മൾ പേരൻസ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം, കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ആണുങ്ങൾ തന്നെയാണ്, അല്ലേ? അപ്പം അവർക്ക് അവിടെ വളർന്നു വരുന്ന നമ്മുടെ ആൺകുഞ്ഞുങ്ങളായാലും പെൺകുഞ്ഞുങ്ങളായാലും ഓരോ വീടിൻ്റെയും വിളക്കുകളാണ്, അല്ലേ? ആ വിളക്ക് നല്ല രീതിയിൽ കത്തി അത് നിൽക്കണം, അതല്ലാതെ അത് കെടാൻ പാടില്ല, അല്ലേ? അപ്പം അതിനു വേണ്ടി നമ്മൾ ആ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ കോൺസിക്വൻസ് പറഞ്ഞ് അവരെ മനസ്സിലാക്കി നമ്മൾ കൊണ്ടുപോകണം. മനസ്സിലായോ? അത് നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ വീട്ടിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും മാതാപിതാക്കൾ, ഞാൻ കഴിവതും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മദ്യപിക്കാതെ ഇരിക്കുക. മദ്യപാനം നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. അതുകൂടാതെ മദ്യപിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്.
സത്യത്തിൽ ഞാൻ ഡീപ്പായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി ഞാൻ ശരിക്കും മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പം അവൻ്റെ അമ്മയോ ഭാര്യയോ മക്കളെയോ ആരെപ്പറ്റി അവന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ മുമ്പിൽ അവൻ ആരാണോ മദ്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ അടുക്ക് ആരാണോ പഞ്ചാര വർത്തമാനങ്ങൾ പറയുന്നത്, ആ ഒരു ലെവലിലോട്ട് അവർ പോകും. അവർക്ക് കുടുംബം എന്താണ്, ഭാര്യ എന്താണ്, അല്ലെ ഭാര്യ ആരാണ്, മക്കൾ എന്താണ്, ഇതൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം ആ സ്റ്റേജിൽ വരെ പോകുന്ന വ്യക്തികളെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ധാരാളം ഹോസ്പിറ്റലുകൾ ഇന്ന് കേരളത്തിൽ അവൈലബിളാണ്. ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയാൽ 100% നമുക്ക് രക്ഷിച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എനിക്ക് നല്ലവരായിട്ടുള്ള നിങ്ങൾക്ക് മദ്യപാനത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി രക്ഷപ്പെടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഹരിയുടെ ആ ഒരു ഗാഢമായ ഉപയോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ധാരാളം ഹോസ്പിറ്റലുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിൽ പോയി ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടേഴ്സിനെ സമീപിക്കുക. അവർ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഇതിനുള്ള മരുന്നുകൾ നിങ്ങൾക്ക് തരും. ഇതൊക്കെ കഴിച്ച് ആ ഒരു 45 ചിലർക്ക് 45 ആവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4th സ്റ്റേജൊക്കെ ആയവർക്കാണ്. ചിലർക്ക് ഒരു 20 ഡേയ്സ് കൊണ്ട് മാറാം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവർ പറയുന്ന പോലെ നിങ്ങൾ ഫോളോഅപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല വ്യക്തികളായിട്ട് മാറാനായിട്ട് സാധിക്കും. എല്ലാ കുടുംബത്തിലും മദ്യപിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ കുടുംബത്തിലൊരു സന്തോഷവും സമാധാനം ലഭിക്കത്തില്ല, അല്ലേ? നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല ഡോക്ടേഴ്സുണ്ട്. ഒത്തിരി ഡോക്ടേഴ്സിനെ എനിക്കറിയാം. ഒത്തിരി പേരുടെ ജീവിതം രക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി പേര്. ഞാൻ ഇത് കുറച്ച് നാളുകളായിട്ട്, ഒരു 1 ഇയറായിട്ട് ഞാൻ ഇതിനെപ്പറ്റി ശരിക്കും ഒരു സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിതിനെപ്പറ്റി കുറച്ച് പഠിക്കുക, ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പല ഹോസ്പിറ്റലുകൾ ചെന്ന് സന്ദർശിച്ചു. അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചു. നല്ല കുറച്ച് എനിക്ക് എൻ്റെ കുറച്ച് പ്രൊഫസർമാരുടെ മക്കൾ, എന്നെ പഠിപ്പിച്ച പ്രൊഫസർമാരുടെ മക്കൾ ഈ ഡി അഡിക്ഷൻ്റെ HOD ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് ഡോക്ടേഴ്സിനെ പരിചയപ്പെടാനൊക്കെ സാധിച്ചു. എൻ്റെ പ്രൊഫസർമാർ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കാരണം എനിക്ക് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഏതാണ് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ ഒരു താല്പര്യം തോന്നി. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും മദ്യപിക്കുന്ന, എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മദ്യപാനത്തിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കണം, അല്ലെങ്കിൽ മയക്കുമരുന്ന്, അല്ലെങ്കിൽ ഹൻസ് ഈ നാക്കിൻ്റെ ചുണ്ടിൻ്റെ അടുക്കി വെക്കുന്ന ഒരു സാധനമുണ്ട്. ഇതൊക്കെ ശരിക്കും മാരകമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൽ എന്താണ്, ചെറിയ കുപ്പിച്ചിൽ പോലുള്ള സംഭവമുണ്ട്. ഇത് നമ്മുടെ ഈ ചുണ്ടിനകത്തിലോട്ട് വെക്കുമ്പോൾ അവിടുത്തെ ഈ നെർവ്സ് മുറിയുന്നു. ചെറിയ നെർവ്സ് മുറിയുമ്പം ഇതിനകത്തിലൂടെ ലഹരി നമ്മുടെ ബ്രെയിനിലോട്ട് എത്തുന്നു. അതിമാരകമായ ലഹരി വസ്തുക്കളാണിതെല്ലാം. അപ്പം എൻ്റെ നല്ലവരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. ഈ മദ്യമായാലും ലഹരി വസ്തുക്കളുടെ ഉപയോഗമായാലും നമ്മുടെ മൈൻഡിനെ ഇല്ലാതാക്കുന്നു. നല്ല നമ്മുടെ ഇന്ത്യയുടെ രത്നങ്ങളാണ് ഓരോ കുഞ്ഞുങ്ങളും. ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുതിർന്ന ആൾക്കാരല്ലേ സത്യത്തിൽ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇത് കൊണ്ട് നടക്കുകയും ഇത് വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ജോലി ചെയ്യും, എന്തുമാത്രം ജോലി ചെയ്യാൻ സാധിക്കും, നല്ല ശമ്പളവും ലഭിക്കും. പക്ഷേ ഈ ദുഷ്പ്രവണത ചെയ്യുന്നത് മൂലം എത്രയോ വീട്ടിലെ കുഞ്ഞുങ്ങളാണ് ഇതിന് അഡിക്റ്റ് ആവുന്നത്. അതൊക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ വളരെ സങ്കടമുണ്ട്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറിനോട് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നതുകൊണ്ട് നല്ലവരായിട്ടുള്ള കേരളത്തിലെ എല്ലാ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും വളരെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പം നല്ലൊരു കേരളം
നല്ലൊരു ഇന്ത്യ, കേരളം മാത്രമല്ല നല്ലൊരു ഇന്ത്യ നമുക്കുണ്ടാകണം. ഇതിൻ്റെ എവിടെ നിന്നാണോ ഇതിൻ്റെ ഉറവിടം, അവിടമാണ് നമ്മൾ തകർക്കേണ്ടത്. അത് തകർത്ത് നല്ല കുഞ്ഞുങ്ങളെ ആയാലും ചെറുപ്പക്കാരെ ആയാലും എല്ലാം രക്ഷിക്കുക. അതിനകത്ത് വളരെയധികം സ്ത്രീകളും അതുപോലെ കൊച്ചു പെൺകുട്ടികളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഞാനൊരമ്മയാണ്, അപ്പം നമുക്കും ഇതൊക്കെ കാണുമ്പം സങ്കടമുണ്ട്. അപ്പം നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. താങ്ക് യു സോ മച്ച്.